ഒരു ദിവസം നമ്മുടെ കണ്ണുകളെ നടക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും ആദിയിൽ എന്ന പോലെ ഇന്നും എന്നേക്കും തന്നെ ആമേൻ. പിതാവെ അങ്ങേക്ക് ആരാധന, പുത്രൻ തമ്പുരാനെ അങ്ങേക്ക് ആരാധന, പരിശുദ്ധവായി അങ്ങേക്ക് ആരാധന. ഈ നിമിഷം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് സൂം ഫാമിലി ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നത് ഇന്ന് അങ്ങനെ നിന്ന് കേൾക്കുവാനും കർത്താവെ ആഴങ്ങൾ കർത്താവെ ഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് ഇടയാക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവ്, ഞങ്ങളുടെ വചനത്തിൽ നിന്ന് കർത്താവ് അങ്ങേ ദർശിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി, ഞങ്ങളുടെ ചെവികളെ തുറന്നു തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ തിരുവചനത്തിൽ നിന്ന് അങ്ങയുടെ സംസാരം, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറന്നു തന്നതിനായിട്ട് ഞങ്ങൾ ഒരിക്കലും നന്ദി. ഞങ്ങളുടെ ഹൃദയത്തെ തുറന്നു തന്നതിനായിട്ട് കർത്താവേ അങ്ങയെ കൂടുതൽ സ്വീകരിക്കുവാൻ, ഞങ്ങളുടെ ആഴങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ ഈ നാളുകൾ ഞങ്ങളെ പരിശീലിപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് സ്കൂൾ ഫാമിലി ആയിരിക്കുന്ന എല്ലാ മക്കളെ ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങളോട് സമർപ്പിച്ചു ഇന്ന് അവർക്ക് വേണ്ട ദൂത അങ്ങ് എന്റെ നാവിൽ കൂടെ സംസാരിക്കണമേ കർത്താവേ. ആ വചനം കേട്ട് കർത്താവേ അത് കേൾവിക്കാരായി മാത്രം തീരാതെ അത് അവരുടെ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം പരിശുദ്ധമായ അവരുടെ മേൽ ക്രിയ ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. മാനവും മഹത്വം എടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. താങ്ക് യു. ഇന്ന് നമ്മൾ കേട്ട ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ ആ കർത്താവ് പറഞ്ഞ ആ ഉപമയാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത്. ആ ഉപമ ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. കർത്താവിന്റെ അടുക്കല് പരീക്ഷകർ വന്നു, ശാസ്ത്രിമാരും വന്നു. ഒരു ചെറിയ തർക്കം അവിടെ ഉണ്ടാകുക. അപ്പൊ അതിന്റെ ആ 33-ാം വാക്യത്തിന്റെ ആ ഖണ്ഡിക തുടങ്ങുന്നത് തന്നെ ഉപവാസത്തെ സംബന്ധിച്ച തർക്കം. അവര് വന്ന് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യർ പലപ്പോഴായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, പരീക്ഷരുടെ ശിഷ്യരും അങ്ങനെ തന്നെ, എന്നാൽ നിന്റെ ശിഷ്യന്മാർ തിന്നു കുടിച്ച് നടക്കും. നമുക്കറിയാം പരീക്ഷരൊക്കെ കർത്താവിനെ കുറിച്ച് എപ്പോഴും തീനനും കുടിയനുമായെന്ന് എപ്പോഴും കർത്താവ് യേശുവിനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവര് നോക്കുമ്പോ, കാരണം പഴയ നിയമത്തിൽ ജീവിക്കുന്നത്, പഴയ നിയമം മുഴുവൻ അറിയാവുന്ന ശാസ്ത്രിമാരാണ്. 1-ാം സങ്കീർത്തനകത്ത് പറയുന്നത് ദുഷ്ടന്മാരുടെ കൂടെ ഇരിക്കുകയും നിൽക്കുകയും ചരിക്കുകയും ചെയ്യരുത്. 1-ാം സങ്കീർത്തനം പറയുന്നു. പക്ഷെ ഇവര് നോക്കുമ്പോ ഇതേ യേശു നേരെ വന്ന് ദുഷ്ടന്മാരോടും പാപികളോടും ചുങ്കക്കാരോടും കൂടെ വസിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്തു. അപ്പൊ ഇതവർക്ക് അങ്ങോട്ട് ബോധ്യം വരുന്നില്ല, അവർക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ. ഇപ്പൊ മിശിഹ എന്ന് പറയുകയും ചെയ്യുന്നു, പക്ഷെ വചനത്തിന് വിരുദ്ധമായിട്ടെല്ലാം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഓരോ സന്ദർഭത്തിൽ ഓരോ ക്വസ്റ്റ്യൻസ് കർത്താവിനോട് ചോദിക്കുക. അവിടെ ഇതുപോലെ ബാക്കി എല്ലാ ശിഷ്യന്മാരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, പക്ഷെ നിന്റെ ശിഷ്യന്മാരെന്താ ഉപവസിക്കാതെ? കർത്താവരോട് ഒരു കാര്യം പറയാം, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴരെ കൊണ്ട് ഉപവസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു ദിവസം വരും, അപ്പോൾ അവർ ഉപവസിക്കും. അവർക്ക് എന്താ മനസ്സിലായി? ഒന്നും മനസ്സിലായി. ഉടനെ കർത്താവ് പിന്നെ ഒരു ഉപമയാ പറയുന്നത്. അവൻ അവരോടൊരു ഉപമയം പറഞ്ഞു. ആരും പഴയ വസ്ത്രത്തിന്റെ ഒരു കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. പഴയ വീഞ്ഞ് കുടിച്ചവരവരും ആരും പുതിയത് ഇഷ്ടപ്പെടുകയില്ല. പഴയതാണ് മെച്ചം എന്നല്ലേ അവർ പറയുന്നു. ഒരു കണക്ഷനും ഇല്ലാതെ നമുക്ക് തോന്നുന്ന ഒരു പാരബിളാണ് കർത്താവ് ഇവിടെ കൊണ്ട് പറയുന്നത്. അതിന്റെ കീ ഇരിക്കുന്നത് നമുക്കറിയാം. അതിന്റെ ആ താക്കോലെന്ന് പറയുന്നത് എപ്പോഴും കർത്താവ് പറയും, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴരെ കൊണ്ട് ഉപവസിക്കാൻ നിങ്ങൾക്ക് കഴിയും. എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു ദിവസം വരും, അപ്പോൾ അവർ ഉപവസിക്കും. അതാണ് അതിന്റെ ആ കീ വരും. അപ്പൊ നമുക്കറിയാം ആ പശ്ചാത്തലം നമുക്കറിയാം. യേശു ഭൂമിയിൽ നിൽക്കുകയാണ്. ഭൂമിയിൽ നിന്നുകൊണ്ട് തന്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കറിയാം കർത്താവ് ക്രൂശിലേക്ക് പോയി, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതിലൂടെ കർത്താവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ നമ്മളെല്ലാവരും പുതിയ സൃഷ്ടിയാന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ കോണ്ടെക്സ്റ്റില് എനിക്കും നിങ്ങൾക്കും ഇതിപ്പോ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ് കർത്താവ് അതിൻ്റെ അകത്ത് പറയുന്നത്? ആ
പരീക്ഷരോടും ന്യായശാസ്ത്രികളോടും ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് നോക്കുമ്പോൾ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന he came down from heaven, brought a new mindset and a new thinking and the presence of heaven. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് പുതിയ ലാംഗ്വേജും ആയിട്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നേക്കും. എന്നുവെച്ചാൽ സ്വർഗത്തിലെ അനുഭവം ഭൂമിയിൽ വെളിപ്പെടുത്താനാണ് കർത്താവ് വന്നത്. അപ്പൊ ഇവര് നിയമത്തിന്റെ കീഴിൽ നിന്ന് സ്വയനീതിയാൽ രക്ഷിക്കപ്പെടും, സ്വയനീതിയാൽ നീതിമാന്മാരാകാൻ നോക്കുന്നതാണ് ഇവരെല്ലാം. അതേസമയം കർത്താവിന്റെ അടുക്കലേക്ക് അവർ വരാൻ തയ്യാറുമല്ല. ആ ഒരു കോണ്ടെക്സ്റ്റിൽ കർത്താവ് ഇത് പറയാ. ഉപവസിക്കുന്ന എന്താ ഉപവസിക്കാത്ത? മണവാളൻ കൂടെ ഉള്ളപ്പോൾ എന്തിനാ അവർ ഉപവസിക്കേണ്ട കാരണം? പക്ഷെ ഒരു നാൾ വരും, മണവാളൻ ഇവരുടെ ഇടയിൽ നിന്ന് നീക്കപ്പെടും, അന്നേരത്ത് അവർ ഉപവസിക്കും. ആ കോണ്ടെക്സ്റ്റ് നമുക്ക് എടുത്തോണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. എന്താണ് കർത്താവിനകത്തുനിന്ന് ആ മാർമിക സത്യം എന്താണ് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, കർത്താവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മൂലം നമ്മളെല്ലാം പുതിയ സൃഷ്ടിയാണ്. ആദാമിക പാപ നേച്ചർ യേശു തന്റെ ശരീരത്തിൽ നമ്മളെ ഓരോരുത്തരെ ഇട്ട് മരിച്ച് ആ പഴയ മനുഷ്യൻ മരിച്ചു. അപ്പൊ നമുക്ക് അവിടാണ് നമുക്ക് മനസ്സിലാകേണ്ട റോമാലേഖനം 6-ാം 3-ാം വാക്യം തൊട്ട് 11-ാം വാക്യം വരെ പിന്നെ നമ്മൾ വായിക്കണം. യേശുവിനോടുകൂടെ ചേർക്കപ്പെട്ട സ്നാനത്തോടുകൂടി നിങ്ങൾ അനുരഞ്ജപ്പെട്ട നമ്മൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു. യേശു എങ്ങനെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, നമ്മളും അവനോടുകൂടെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഉയർത്തപ്പെട്ടു. അപ്പൊ ഇതെല്ലാം വചനം പറയും, നിങ്ങൾ മരിച്ചു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു, മരിച്ചു, മരിച്ചു. ഇന്ന് നിങ്ങൾ യേശുവിന്റെ ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കും. അപ്പൊ ഇന്ന് കർത്താവ് പറയുന്നത്, ഒരു പുതിയ തുണിക്കണ്ടം, ഒരു പീസ് ഓഫ് ന്യൂ ക്ലോത്ത് എടുത്ത് പഴയതിലേക്ക് തുന്നിച്ചേർത്താല് എന്ത് സംഭവിക്കും? ഇത് രണ്ടും മാച്ച് ചെയ്യത്തില്ല. പുതിയതും പഴയതും കൂടെ അതിന്റെ ഇഴകൾ ചേരാതെ ഇത് കീറി രണ്ടും നഷ്ടമായി എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന് അതോട് സംസാരിക്കുന്നത്, യു കനോട്ട് ടേക്ക് എ പീസ് ഓഫ് ജീസസ്. യേശുവിന്റെ ഒരു ഭാഗം യേശുവിനെ എടുത്ത് നമ്മുടെ പഴയ മനുഷ്യരിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്താൽ നമുക്ക് ദൈവിക വെളിപ്പാടുകൾ നടക്കാനോ ദൈവത്തിന്റെ ബ്ലെസ്സിംഗിൽ നടക്കാനോ അത് രുചിച്ചറിയാനോ ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകാനോ നമുക്ക് സാധിക്കത്തില്ല. രണ്ടും കമ്പാറ്റബിൾ അല്ല. അപ്പൊ ഇത് സാധിക്കാതെ ഒക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാവുന്ന കൊണ്ടാണ് പിതാവായ ദൈവം ആദത്തിൽ മരിച്ച മുഴുവൻ മാനവജാതിയെ യേശുവിനകത്ത് ഇട്ട് യേശുവിൽ കൂടെ യേശുവിന്റെ പുനരുത്ഥാനത്തിൽ കൂടെ ഒരു പുതിയ സൃഷ്ടിയെ മാനവജാതിയെ സെക്കൻഡ് ക്രിയേഷൻ ദൈവം ചെയ്യുക. എന്നിട്ട് യു ആർ ബിക്കം എ ന്യൂ ക്രിയേഷൻ, ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഇന്ന് നമ്മളെ പഠിപ്പിക്കുക. ഈ പുതിയ സൃഷ്ടിയില് ഈ ന്യൂ മാനിലാണ് ഇന്ന് ദൈവത്തിന്റെ എല്ലാ വെളിപ്പാടുകളും ദൈവത്തിന്റെ എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നു പുതിയ മനുഷ്യർക്ക്. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് എടുത്തു നോക്കി. കർത്താവ് പറയുന്നത്, യു കനോട്ട് ടേക്ക് എ പീസ് ഓഫ് മീ, എന്റെ ഒരംശം എടുത്ത് നിങ്ങളുടെ പഴയ മൈൻഡ് സെറ്റിലോട്ട് വെച്ചാൽ എന്നെ നിങ്ങൾക്ക് രുചിച്ചറിയാനും പറ്റത്തില്ല, എന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല, എനിക്ക് നിങ്ങളുമായിട്ട് ഒരു എൻകൗണ്ടറേ പറ്റത്തില്ല. നമ്മുടെ പഴയ മൈൻഡ് സെറ്റ് അത് സമ്മതിക്കത്തില്ല. അപ്പൊ ആ കോണ്ടാക്ട് നമുക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഇന്നർ മാൻ ഉണ്ട്, നമുക്കൊരു അകത്തെ മനുഷ്യനുണ്ട്, ഒരു ആത്മീയ മനുഷ്യനുണ്ട്, അതേസമയം ഒരു ഔട്ടർ മാനും ഉണ്ട്, ഒരു ജഡത്താൽ നയിക്കപ്പെടുന്ന ഒരു പുറമേ ഉള്ളൊരു മനുഷ്യനും ഉണ്ട്. പുറമേ ഉള്ള മനുഷ്യൻ എപ്പോഴും ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് നീങ്ങുന്ന എന്ന് വെച്ചാൽ ലോകത്തിന്റെ പ്രകാരങ്ങളിൽ ലോകത്തിന്റെ വഴികളിൽ അനുസരിച്ച് നീങ്ങുന്ന ഒരാളാണ്. അതേസമയം നമ്മുടെ അകമേ മനുഷ്യൻ, ഇന്നർ മാൻ, വിച്ച് ഇസ് ദ ട്രൂ യു, വിച്ച് ഇസ് ദ ന്യൂ യു, ക്രിസ്തുവിലുള്ള നിങ്ങളെ പുതിയ സൃഷ്ടി, അതാണ് അകത്തിരിക്കുന്ന മനുഷ്യൻ. അത് ഇറ്റ്സ് ഓൾവേസ് 24/7 ദൈവത്തിന്റെ പ്രസൻസിലാണ്. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ടച്ച്ഡ് ബൈ ദ കിങ്ഡം. ദൈവരാജ്യമാണ് അവിടെ പ്രവർത്തിക്കുന്നു, എല്ലാ വഴികളിലാണ്. ലോകത്തിന്റെ ഒരു കാര്യവും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, കാരണം പരിശുദ്ധാത്മാവിനെ ഇട്ട് മുദ്രയിട്ട് വെച്ചിരിക്കുക. സോ അപ്പൊ ആ ഒരു ഉപമയിൽ മനസ്സിലാക്കി, യു കനോട്ട് ടേക്ക് എ പീസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ യുവർ ഓൾഡ് മൈൻഡ് സെറ്റ്. പഴയ മനുഷ്യനിൽ ഇട്ട് കഴിഞ്ഞാൽ യു കനോട്ട് മൂവ് ഇൻ ദ
in the fullness of God. ദൈവത്തിന്റെ ആ പൂർണ്ണ നിറവിൽ എനിക്ക് നിങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളൊരു പുതിയ സൃഷ്ടിയാക്കി എന്ന് പറഞ്ഞതുപോലെ തന്നെ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിക്കകത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? വീഞ്ഞ് എക്സ്പാൻഡ് ചെയ്യും. വീഞ്ഞ് പുളിച്ച് കുറച്ചുകൂടെ വലുതായി ആ പഴയ തുരുത്തി മാക്സിമം എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ തുരുത്തി പൊട്ടുകയും ചെയ്യും, വീഞ്ഞും പോവും, തുരുത്തിയും പോവും. അപ്പൊ കർത്താവ് ആ സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ അവര് പരീക്ഷരോടും പറയാ, ഞാനൊരു പുതിയ സാധനമായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഒരു പുതിയ വീഞ്ഞ് പകരാനാ വന്നിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ തരാനാ വന്നിരിക്കുന്നത്. പക്ഷെ ഈ നിങ്ങളുടെ പഴയ മൈൻഡ് സെറ്റിലെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം പഴയതും പുതിയതും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ. നമ്മുടെ കോണ്ടെക്സ്റ്റ് നേരെ തിരിച്ചെടുത്താൽ നമുക്കറിയാം, നമുക്കൊരു മുമ്പ് പറഞ്ഞ പോലെ ഒരു അകമയ മനുഷ്യനുണ്ട്, പുറത്തൊരു മനുഷ്യനുണ്ട്. സോ യു ഹാവ് ആൻ ഓൾഡ് മൈൻഡ് സെറ്റ്, ലോകത്തിന്റെ വഴികൾ നടക്കുന്ന ഒരു മൈൻഡ് സെറ്റും ഉണ്ട്. അതേസമയം അകത്തൊരു ഇന്നർ മാൻ ഉണ്ട്, യഥാർത്ഥ നിങ്ങൾ ക്രിസ്തുവിലായി നിങ്ങളൊരു സ്പിരിറ്റ് മാനും അകത്തുണ്ട്. ഇത് രണ്ടും എപ്പോഴും ഓപ്പോസിറ്റ്. ഇതുകൊണ്ടാണ് റോമാലേഖനം 8:5 റോമൻസ് 8:5 നമ്മൾ വായിക്കുമ്പോൾ റോമൻസ് 8 5 വാക്യം നോക്കണം. എന്നാൽ ജഡീയമായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാട്ടെ ആത്മീയ കാര്യങ്ങൾ മനസ്സ് വെക്കുന്നു. The mind set on the flesh, മനസ്സ് ജഡത്തിലാണെങ്കിൽ അത് ലോക കാര്യങ്ങൾ അനുസരിച്ചും, അതേസമയം മനസ്സ് ആത്മാവിലാണെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങളായിരിക്കും. ജഡീലാവശ്യങ്ങൾ മരണത്തിലേക്ക് നയിക്കും. സോ മൈൻഡ് സെറ്റ് ഓൺ ദ ഫ്ലഷ് ഈസ് ഡെത്ത്, അത് മരണത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ആത്മാവിൽ മനസ്സ് വെച്ചിരിക്കുന്നത് ജീവനിലേക്ക് സമാധാനത്തിലേക്കും വരുന്നത്. അപ്പൊ ഇവിടാണ് നമുക്ക് ആ തിരിച്ചറിവേണ്ടത്. അപ്പോ യേശുവിനെ, ഒരു പീസ് ഓഫ് യേശുവിനെ എടുത്ത് നമ്മുടെ പഴയ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടറോ ദൈവത്തിന്റെ പൂർണ്ണ നിറവോളോ എനിക്ക് നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ക്രൂശിൽ നമ്മളെ പിതാവായ ദൈവം ക്രൂശിൽ പഴയ മനുഷ്യനെ മരിപ്പിച്ച് ഇന്ന് എന്നെ നിങ്ങളൊരു പുതിയ സൃഷ്ടിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അത് വേണം, അവിടുന്ന് വേണം നിങ്ങൾ തുടങ്ങാൻ, എല്ലാ ആത്മീയത ജീവിതം തുടങ്ങാൻ. നിങ്ങൾ കൂടെ നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. ആ പഴയ മനുഷ്യൻ മരിച്ചു, ഞാൻ ഇന്ന് യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്, ദൈവത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ആ ഒരു ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം. അല്ലെ ഇത് രണ്ടും ഫൈറ്റ് ചെയ്യും. ആത്മീയ സത്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തരുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ പറയും, അതെങ്ങനെ അങ്ങനെ, ഇതൊക്കെ സത്യമാണ്, ദൈവത്തിന്റെ പരിപൂർണതയാണ് നമ്മൾ, യേശു ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണനാണെന്ന് ദൈവത്തിന്റെ വചനം കൊളോസ്യ ലേഖനം പറയുമ്പോഴും പിന്നെ എന്നാ എനിക്കിങ്ങനെ, ഇതാണ് നമ്മൾ. കാരണം ആ പഴയ മൈൻഡ് സെറ്റ് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ സത്യങ്ങളിലേക്ക്. അപ്പൊ ഇവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രയോഗം തുടങ്ങുന്നത്. അപ്പൊ പുതിയ സൃഷ്ടിയായി എനിക്കും നിങ്ങൾക്കും ദൈവം ഇന്ന് ന്യൂനസിലേക്കാണ് നടത്തുന്നത്, ജീവന്റെ പുതുക്കത്തിലേക്ക് ഒരു നടത്തിപ്പാണ്. ആ ഉപമയിൽ കൂടെ കർത്താവ് നമ്മളെ പറയുന്നത്, പഴയ മനുഷ്യരിലേക്ക് പുതിയ വസ്ത്രം എങ്ങനെ, പഴയ വസ്ത്രത്തിലേക്ക് പുതിയ വസ്ത്രം തുന്നിച്ചേർക്കാൻ നോക്കിയാൽ അത് നിലനിൽക്കത്തില്ല, രണ്ടും കീറിപ്പോകും എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ എനിക്ക് എൻ്റെ പഴയ മൈൻഡ് സെറ്റിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു പുതിയ സൃഷ്ടിയായി ദൈവം വെച്ചു. അപ്പൊ പിതാവായ ദൈവം ഇന്ന് നമ്മളെ കാണുമ്പോൾ he doesn't see anything wrong in you. ഒരു കുഴപ്പവും കാണുന്നില്ല. കാരണം നമ്മളെ കാണുന്നത് ക്രിസ്തുവിലൂടെ കാണും. അതാണ് നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ. നമ്മൾ ഈ ലോകത്തല്ല ജീവിക്കുന്ന ആളും. അപ്പൊ ആ പഴയ മൈൻഡ് സെറ്റ് ആണ് എന്നെ നിങ്ങളെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ എപ്പോഴും ഉണ്ടാകും. അവിടെ മനസ്സിലാക്കിക്കണം, എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. നോ, ഐ ആം ന്യൂ ഇൻ ക്രൈസ്റ്റ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, എൻ്റെ പഴയ മനുഷ്യൻ ദൈവം മരിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ പിന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും, ദാറ്റ് ഈസ് ഡെഡ്. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നപ്പോ ആദ്യത്തെ ആ ജീവന്റെ പുതുക്കത്തിലേക്ക് നടക്കുന്നതിന്റെ ആദ്യത്തെ പടി എന്താ ചെയ്യുന്നത്? സ്റ്റാർട്ട് ക്ലീനിങ് യുവർ ഹൗസ്. നിങ്ങളാകുന്ന ശരീരം, നിങ്ങളാകുന്ന ദൈവത്തിന്റെ പ്രസൻസിൽ ഇരിക്കുന്ന ആ ശരീരത്തിന്റെ പഴയ മൈൻഡ്സിനെ ഒന്ന് ക്ലീൻ ചെയ്യും.
ആ പഴയ മൈൻഡ് സെറ്റ്, പഴയ ആറ്റിറ്റ്യൂഡ്സ്, പഴയ പെർസെപ്ഷൻസ്, ഇതെല്ലാം പതുക്കെ ഓരോന്നും എടുത്തു മാറ്റും. ആ ഒരു പശ്ചാത്തലം നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും എഫേസ്യയിലെ എപ്പോഴും നമുക്കറിയാം, ഒരു വീടായിട്ടാണ് നമ്മളെ, ഒരു ആത്മീയ ഗ്രഹമായിട്ട് നമ്മളെ പരിശുദ്ധാത്മാവ് പണിതിരുന്നത്. ക്രിസ്തു എന്ന മൂലക്കല്ലേൽ അതിന്മേൽ കല്ലുകൾ വെച്ച് ഇങ്ങനെ നമ്മളെ പണിത് വരും എന്നുള്ള എഫേസ്യലേഖനത്തിനകത്ത് നമുക്കറിയാം. അപ്പൊ പരിശുദ്ധാത്മാവ് വന്ന് ആദ്യം ചെയ്യുന്ന എന്നാണെന്നറിയോ? വന്ന് നമ്മളെ ആ പഴയ മൈൻഡ് സെറ്റിലുള്ള പല കാര്യങ്ങളുണ്ട്. ലോകത്തിൽ നിന്ന് കിട്ടിയ പല ചിന്തകളുണ്ട്, ലോകത്തിൽ നിന്ന് കിട്ടിയ പല ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, ലോകത്തിൽ നിന്ന് കിട്ടിയ പല ഹാബിറ്റ്സ് ഉണ്ട്. നമ്മുടെ സുബോധ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുക. അതിനെ ഓരോന്ന് പതുക്കെ അവിടുന്ന് റിഡീം ചെയ്യും, വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടും, പുതിയത് കൊണ്ട് നമ്മൾ നിറയ്ക്കും. അത് എപ്പോഴും മനസ്സിലാക്കിക്കോണം. അത് പിതാവായ ദൈവം വന്നല്ല, പരിശുദ്ധാത്മാവ് നീ അതിങ്ങിത എന്നാ ഞാൻ ഇത് തരാം. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അതൊരു ലീഗലിസത്തിലേക്ക് അങ്ങനല്ല ചെയ്യുന്നത്. അപ്പോ ഉദാഹരണത്തിന്, നമുക്ക് ആരെങ്കിലും ഫ്രസ്ട്രേറ്റഡ് ഇൻ ദ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്കറിയാം, നിരാശ തോന്നുന്ന ചില അവസരങ്ങളുണ്ട്. പല സാഹചര്യത്തിൽ കൂടെ ചിലപ്പോൾ നിരാശ വരുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിലാക്കണം. അപ്പൊ ഉടനെ യു ഹാവ് ടു തിങ്ക്, നിരാശ വരുമ്പോൾ ഞാൻ എങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്തു വരണം എന്നുള്ളതാണ് നമ്മുടെ പഴയ മനുഷ്യന്റെ ചിന്താഗതി. പക്ഷെ ഉടനെ മനസ്സിലാക്കിക്കണം, നോ, അതല്ല. നിരാശ മനസ്സിനകത്ത് വരുമ്പോൾ, ചിന്തക്കകത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വികാരത്തിലേക്ക് നിരാശ പൊങ്ങി വരുമ്പോൾ മനസ്സിലാക്കിക്കണം, ഇതിൻ്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് അതൊരു ചൂണ്ടുപലയാണ്. ഇറ്റ്സ് എ സൈൻ. ഗോഡ് വാണ്ട്സ് ടു ഗിവ് സംതിങ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്. അതിന് പകരമായിട്ട് പരിശുദ്ധാത്മാവ് എന്തോ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ നിരാശ എന്റെ വികാരങ്ങളിൽ അടിഞ്ഞു കിടക്കുക, അത് പൊങ്ങി വരാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഒരുക്കി തരുന്നു. സോ ഗോഡ് സേസ്, ആ നിരാശ, ആ ഫ്രസ്ട്രേഷൻ, യു ഗിവ് മീ ദാറ്റ് ആൻഡ് ടേക്ക് ദിസ്. ഇതാണ് ഐസയ 61 നമുക്ക് അറിയാവുന്ന ദൈവത്തിന്റെ ആ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെ പറയുന്നത്. അതിനകത്ത് നിങ്ങൾ ഇനി പോയി വായിച്ചു നോക്കിയാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഐസയ 61 2, 3, 4, 5, 6, 7, 8 വരെ നിങ്ങൾ വായിച്ചാൽ നോക്കിയാൽ 5 സ്ഥലത്ത് പകരം, ഇന്നതിന് പകരം ഞാൻ തരുന്നു. അവിടാണ് പവർ ഓഫ് ഇൻസ്റ്റന്റ്. അപ്പോ ഹോളി സ്പിരിറ്റ് കംസ് ആൻഡ് സേസ്, യു ഗിവ് മീ ദാറ്റ് ആൻഡ് ഐ എം ഗിവിംഗ് യു ദിസ്. എന്ന് വെച്ചാൽ, കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ, പിതാവായ ദൈവം നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഡസന്റ് സീ എനിത്തിങ് റോങ് ഇൻ യു. പക്ഷെ നമ്മുടെ പഴയ മനസ്സ് പറയും, ഇല്ല, നമുക്ക് ഇപ്പോഴും പഴയ ഇതുണ്ട്. ബട്ട് ഹി സീസ് വാട്ട് ഈസ് മിസ്സിങ് ഇൻ യു. അപ്പൊ എന്നിൽ നിരാശയുള്ളപ്പോൾ പിതാവായ ദൈവം കാണുന്നത് നിരാശയല്ല കാണുന്നത്. കാരണം നിരാശ എന്ന് പറഞ്ഞ ആ ഒരു ഇമോഷനെ, ആ ഒരു നെഗറ്റിവിറ്റിയെയും യേശുവിന്റെ ശരീരത്തിലിട്ട് എന്നേക്കുമായി ആ പഴയ മനുഷ്യനെ മരിപ്പിച്ചു അടക്കി കഴിയും. ഇന്ന് നീ ഒരു പുതിയ സൃഷ്ടിയിൽ ആ ഒരു ഇമോഷൻ ഇല്ല. ആ ഇമോഷൻ വരുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, ദാറ്റ് ഇസ് ഒരു സൈനാണ്, ഒരു സൈൻ പോസ്റ്റ് ആണ് എന്നെ വിരൽ ചൂണ്ടുന്ന, പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കുന്ന എങ്ങോട്ടാ. ഇതിന് പകരം ഗോഡ് വാണ്ട്സ് ടു ഗിവ് ഹിംസെൽഫ്. ദൈവം ആ സാഹചര്യത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ഒരു നേച്ചറിനെ എനിക്ക് ദാനമായി തരാൻ വരും. അവിടാണ് ഈ ഡിവൈൻ എക്സ്ചേഞ്ച് വരുന്നത്. അപ്പോ നമ്മളാകുന്ന വീടിനകത്ത് പല മുറികളുണ്ടെന്ന് വിചാരിച്ചു. ആ ഒരു മുറി നമ്മുടെ ഇമോഷൻസ് ആണെന്ന് വിചാരിച്ചു. ആ ഇമോഷന്റെ അകത്താണ് ഈ നെഗറ്റീവ് വികാരങ്ങൾ, ഭയം, ആകുല ചിന്ത, വറിയ്, ഇതെല്ലാം, ഗിൽറ്റ്, ഷെയിം, ഇതെല്ലാം ലോകത്തിൽ നിന്ന് കിട്ടിയ വികാരങ്ങൾ സ്റ്റോർ ചെയ്ത് ഹാബിറ്റ് ആയിട്ട് അങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഇത് ഓരോന്നിനെയും പതുക്കെ പൊക്കിയെടുത്ത് റിസ്റ്റോർ ചെയ്യുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയിലേക്ക്, ആ ജീവന്റെ പുതുക്കത്തിലേക്ക് തന്നെ നിങ്ങളെ നടത്തപ്പെടും. അപ്പൊ ജീവന്റെ പുതുക്കത്തിൽ നടത്തപ്പെടുന്നതിന്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പാണ്, സ്വർഗത്തിൽ നിന്ന് എന്താണോ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദൈവം, അതാണ് നമുക്ക് തരുന്ന ഉദ്ദേശം. അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു ക്ലീനിങ് പ്രോസസ് നടത്തും. ഒരു വീടിനെ എങ്ങനെ ഒരു പുതുതാക്കി എടുക്കുന്നോ അതുപോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് പുതുതാക്കി പുതിയ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകും. അപ്പൊ ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മളെ വേറൊരു തലത്തിലേക്ക്, ഒരു ആത്മീയ പക്വതയിലേക്ക് ദൈവം കൊണ്ടുവരിക. എന്താണ്? നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ട്. അപ്പൊ യേശു എങ്ങനെയാണ് സാഹചര്യത്തെ കാണുന്നത്? ഫസ്റ്റ്, അപ്പൊ നിങ്ങളുടെ പെർസെപ്ഷനെ, നിങ്ങളുടെ കാഴ്ചയെ ഒന്ന് മാറ്റും. 2, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഒന്ന് ദൈവം മാറ്റും.
മൂന്ന്, ഇത് രണ്ടും. അപ്പൊ എന്റെ കാഴ്ചയും എന്റെ മൈൻഡ് സെറ്റും രൂപാന്തരപ്പെട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനെ ബേസ് ചെയ്ത് എന്റെ ലാംഗ്വേജും മാറും. അപ്പൊ ഈ മൂന്ന് മേഖലകളാണ് നമ്മുടെ വ്യക്തിത്വം ബിൽഡപ്പ് ചെയ്യുന്നത്. സോ യുവർ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിലാണ് നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ വ്യക്തിത്വം. ആ ഐഡന്റിറ്റിയെ ദൈവം പണിയുന്നത് ഈ മൂന്ന് മേഖലകളാണ്. ഒന്ന് നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ കാഴ്ച. രണ്ട്, നമ്മുടെ മൈൻഡ് സെറ്റ്. മൂന്ന്, ഇത് രണ്ടും പെർഫെക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ലാംഗ്വേജും മാറും. ഉദാഹരണത്തിന് ഒരു ഒരു വ്യത്യസ്തമായ ഒരു നിരാശപ്പെടുന്ന ഒരു സാഹചര്യത്തെ നടുവിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്നാ? നമ്മൾ സാഹചര്യത്തെ കാണുമ്പോൾ നമുക്കറിയാവോ ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. കാരണം ഇത് ബിൽറ്റിനാണ് നമ്മുടെ ഉള്ളില്. ലോകത്തിൽ നിന്ന് കേട്ടതും പല സാഹചര്യത്തിൽ നിന്ന് കേട്ടതും നേരത്തെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചോ ഇതെല്ലാം കേട്ട ഒരു ഹാബിറ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ഫസ്റ്റ് പ്രതികരണം ഇതാ, ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊന്ന് മാറ്റിയെടുക്കണം, എന്റെ ലാംഗ്വേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ നിരാശ, ഈ ഫ്രസ്ട്രേഷൻ നോക്കണം. സ്വർഗത്തിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടോ? യേശു സ്വർഗത്തിൽ നിന്നാ വന്ന്. സോ ഹി ഹസ് ബ്രോട്ട് ഡൗൺ ഹെവൻ ടു എർത്ത് മൈൻഡ് സെറ്റാണ്. സ്വർഗത്തിലെ ഭൂമിയിലെ മൈൻഡ് സെറ്റാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ചൂണ്ടുപലകയാണ്. സോ ഈ ഷോയിങ് യു നോ, നമ്മളൊന്ന് ടു ലുക്ക് അപ്പ്, മേളോട്ട് നോക്കിയിട്ട് സ്വർഗത്തിൽ നിരാശയുണ്ട്? ഇല്ല. അപ്പോ ഭൂമിയിൽ യേശുവിൽ ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഇത് എനിക്ക് പാടില്ല. അപ്പൊ പിന്നെ എന്താണ് ഇത് കാണിക്കുന്നത്? ദൈവരാജ്യത്തിലെ ഒരു ജീവിത ശൈലിയിലേക്ക് ദൈവം എന്നെ കാണിക്കും. കാരണം ഫ്രസ്ട്രേഷൻ പഴയ മനുഷ്യന്റെയാണ്, പഴയ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. ദൈവരാജ്യത്തെ യാത്രയിൽ എനിക്ക് മുന്നോട്ട് ദൈവത്തിന്റെ തികവോളം എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം പിതാവിന്റെ ആത്യന്തികമായ പ്രയോറിറ്റി എന്നെ നിങ്ങളെ പുത്രന്റെ തികവോളം പണിയാനാണ്. അതിന് അന്ന് തൊട്ട് ഉൽപ്പത്തി 1:26 തൊട്ട് ഇന്ന് വരെ ഒരു മാറ്റവുമില്ല. അപ്പൊ പുത്രന്റെ തികവോളം എന്നെ നിങ്ങളെയും പണിയണമെന്നുണ്ടെങ്കിൽ, അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഗോഡ് ഹാസ് ടു ബ്രിങ് ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസ് ഇൻ യുവർ ലൈഫ്. ഓരോ സാഹചര്യം കൊണ്ടുവന്ന് അതിലൂടെ ദൈവത്തിന്റെ ഒരു ദാനമാകുന്ന ആ ഒരു ഇൻസ്റ്റന്റ് ദൈവം വെളിപ്പെടുത്തി തരും. എന്നിട്ട് അത് ഞാൻ കണ്ട് അത് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. ഉദാഹരണത്തിന് നമുക്കെല്ലാം അറിയാം, സമാധാനമില്ല. പല സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു സമാധാനമില്ല, നമ്മളെല്ലാം പറയും. ആ സമാധാനം ഇല്ല എന്നുള്ള ഒരു നമ്മുടെ വായിൽ നിന്ന് വരുമ്പോഴേ ഉടനെ മനസ്സിലാക്കണം, നോ, ദാറ്റ്സ് എ സൈൻ പോസ്റ്റ്. അതൊരു ചൂണ്ടുപലകയാണ്, ഒരു അടയാളം പരിശുദ്ധാത്മാവ് തരിക. എന്താ? അതിന്റെ പകരം ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാനും നിങ്ങളും ഡെവലപ്പ് ചെയ്യണം. അസമാധാനം ഉണ്ടാകുമ്പോൾ ഉടനെ മനസ്സിലാക്കിക്കണം, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പരിശുദ്ധാത്മാവ് ഒരു ദൈവത്തിന്റെ നേച്ചർ വെച്ചിട്ടുണ്ട്. പീസ് ഓഫ് ഗോഡ്, സമാധാനം അവിടെ വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആരായിരിക്കുന്നത്? സമാധാന പ്രഭുവാണ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ഡെവലപ്പ് ചെയ്തോ, സമാധാന പ്രഭു എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, സമാധാന പ്രഭു എന്റെ കൂടെ ഉണ്ട്, എന്നെ കൈവിടത്തില്ലെങ്കിൽ ഈ സാഹചര്യം എന്നെ തൊടാനൊക്കത്തില്ല. സോ യു ആർ സ്ലോലി ഡെവലപ്പിംഗ് ദാറ്റ് മൈൻഡ് സെറ്റ്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്ന് എന്നിട്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെന്നുണ്ട്. ഐ ഹാവ് ടു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ദ പീസ് ഓഫ് ഗോഡ്. ആ സമാധാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ മനസ്സിനകത്ത് അത് നിറയണം. എൻ്റെ ഇമോഷൻസിനകത്ത് അത് നിറഞ്ഞ് അത് എൻ്റെ ജീവിത ശൈലിയായി മാറുന്നില്ലെങ്കിൽ അത് നിലനിൽക്കത്തില്ല. അപ്പൊ എല്ലാ ഇഷ്യൂവിനും, ഏത് ഇഷ്യൂ നിങ്ങൾ എടുത്തോ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഇഷ്യൂ എടുത്താലും അതിന് രണ്ട് പോരാട്ടമുണ്ട്. ഒന്ന്, ടു ഗെറ്റ് ഫ്രീഡം നമുക്ക് അതിനകത്തുനിന്ന് ആദ്യം തരണം. രണ്ട്, കിട്ടിയ ഫ്രീഡത്തിൽ ഞാൻ നിലനിൽക്കണം. ഞാനിപ്പോ ഇത് പറയുന്നു, സമാധാന പ്രഭു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ സമാധാനം ദൈവത്തിന്റെ നേച്ചറാണ്. അത് നിങ്ങൾ വളരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോ കൊള്ളാമല്ലോ, ഓപ്പോസിറ്റ് ആയിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് ഇത് ഞാനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതില് തുടരാൻ പറ്റത്തില്ല. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇത് എൻ്റെ ജീവിത ശൈലിയായി മാറുന്നില്ലെങ്കിൽ ഈ കിട്ടിയ ഫ്രീഡം, ആ സ്വാതന്ത്ര്യത്തിൽ ഞാൻ നിലനിൽക്കാൻ പറ്റാതെ പിന്നെ ഞാൻ കീപ്പോട്ട് വരും.
പലർക്കും അതാ വരുന്നത്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 5-ാം അധ്യായം കർത്താവ് തന്നെ പറയുന്നത്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനായിട്ടല്ലേ ക്രിസ്തു നമ്മളെ വിടുവിച്ചത്, ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കണം, പിന്നെയും അടിമനുഖത്തിലേക്ക് നിങ്ങൾ പോകരുത്. അപ്പൊ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഞാൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ അതെന്റെ ജീവിത ശൈലിയായിട്ട് ഐ ഹാവ് ടു കീപ് ഓൺ പ്രാക്ടീസിങ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ദൈവം വിവിധ സാഹചര്യങ്ങൾ എൻ്റെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഈ കൊറോണ കാലഘട്ടമാകുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതിന്റെ ഒക്കെ നടുവിലും പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ മൈൻഡ് സെറ്റിനകത്ത് നമ്മുടെ വികാരങ്ങളിൽ നിന്ന് ഒരുപാട് മേഖലകൾ ക്ലീൻ ചെയ്ത് ദൈവത്തിന്റെ വികാരങ്ങളെ കൊണ്ട് നിറച്ച് ആ തകവോളം ഞാനും നിങ്ങളെ പണിയപ്പെടുമ്പോഴാണ് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ഒരുമപ്പെട്ട് ഒരു സിംഗിൾ ഫോക്കസ്ഡ് ആയിട്ട് വരും, ഒരു ഫോക്കസിലേക്ക് വരും. ഏത് സാഹചര്യവും, ഏത് സിറ്റുവേഷനും, ഏത് സർക്കംസ്റ്റാൻസസും നിങ്ങളുടെ മുമ്പ് വരുമ്പോൾ ഉടനെ നമുക്ക് മനസ്സിലാവും, ദിസ് ഈസ് എന്നെ പുത്രന്റെ തകവോളം കൊണ്ടുവരാനാണ് ഇത് അനുവദിച്ചിരിക്കുന്നത്, അല്ല വേറെ ഒരു പർപ്പസും ഇല്ല. പുത്രന്റെ തകവോളം വരുമ്പോ പക്ഷെ സാഹചര്യം എപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഴയ മൈൻഡ് സെറ്റ് ഉടനെ പറയും നോ ഇല്ല, ഇത് നിന്നെ കൊണ്ടേ പോത്തും. അപ്പൊ ഫൈറ്റായി. അപ്പൊ നമ്മുടെ സ്പിരിറ്റ് മാനും ഔട്ടർ മാനും കൂടെ ഫൈറ്റാണ്, ഈ പോരാട്ടം വരും. അതുകൊണ്ടാണ് വചനം തന്നെ പറയുന്നത് രണ്ടും ശത്രുക്കളാണ്. പക്ഷെ ഗോഡ് ലവ്സ് ദിസ് ഫൈറ്റ്. ദൈവം എന്തിനാ ഇത് അലൗ ചെയ്യുന്നത്? എന്തിനാന്ന് പറഞ്ഞാൽ God wants you to be, he wants to be to your deliverer. നമ്മളെ വിടുവിക്കുന്നവനാകണം. അപ്പൊ ഈ പഴയ മൈൻഡ് സെറ്റിൽ നിന്ന് പൊട്ടിച്ചെന്നെ നിങ്ങളെ കൊണ്ടുവന്ന് ഈ പുതിയ മൈൻഡ് സെറ്റ് ധരിക്കുവാനും, ഈ പുതിയ പഴയതിനെ ഉരിഞ്ഞു കളയുവാനും, പുതിയതിനെ ധരിക്കുവാനും ഒരു ജീവിത ശൈലിയിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുവരിക. അപ്പൊ നമ്മൾ വചനത്തിൽ പറയുന്നു, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറയുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, ഇറ്റ്സ് എ പ്രാക്ടീസ്. എന്തിന്? ജീവന്റെ പുതുക്കത്തിൽ നടക്കാനുള്ള ഒരു പ്രാക്ടീസ് എല്ലാ ദിവസവും ദൈനംദിന ജീവിതത്തിൽ ദൈവ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുക. അത് എങ്ങനെ വരുന്നത്? സമാധാനം വരുമ്പോൾ മനസ്സിലാക്കണം, അത് പഴയ മനുഷ്യനുള്ളതാണ്. ക്രിസ്തു ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, അതില്ല. അപ്പോ അസമാധാനം വരുമ്പോൾ മനസ്സിലാക്കണം, ഇതൊരു ചൂണ്ടുപലകയാണ്. എൻ്റെ ഉള്ളിൽ പീസ്, സമാധാനത്തെ വർദ്ധിപ്പിക്കുവാൻ, അത് എൻ്റെ നേച്ചറായി മാറുവാൻ ദൈവം അനുവദിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഇതിനെ ഞാൻ ഉരിഞ്ഞു കളയാന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ സമാധാന പ്രഭു എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ ഇന്ന് സമാധാനത്തിൽ നടക്കാൻ ഞാൻ ശീലിക്കപ്പെടുക എന്നുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ അത് എൻ്റെ ജീവിത ശൈലിയായി മാറുമ്പോൾ ഏത് സാഹചര്യത്തിന് നടുവിലും അസമാധാനം ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ ഉടനെ എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ആ സമാധാന പ്രഭുവിലേക്ക് നമ്മൾ ഉടനെ അകത്തോട്ട് ചെല്ലും, ഇന്നർ മാനിലേക്ക് വരും. അകത്തെ മനുഷ്യനെ കൊണ്ട് എല്ലാ സാഹചര്യങ്ങളെ കാണുവാൻ നമ്മൾ പരിശീലിപ്പിക്കപ്പെടും. അപ്പൊ ഇവിടാണ് ഒരു ചലഞ്ച്. ഏത് സാഹചര്യം എൻ്റെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മൾ ശീലിച്ചതെല്ലാം ഔട്ടർ മാനുമാണ്, പഴയ മനുഷ്യൻ, ജഡിക മനുഷ്യനെ കൊണ്ട് ആദ്യം കാണുവാനും നമ്മൾ വീണ് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ അകമേ മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അടുത്തേക്ക് വരുന്നത്. അതൊരു ജസ്റ്റ് ഒരു ചേഞ്ച് ആയിട്ട് ദൈവം കൊണ്ടുവരിക. You have to see every situation, every circumstance right before you, to see with the inner man. അകമേ മനുഷ്യനെ കൊണ്ട് ഇത് കാണാൻ പരിശീലിപ്പിക്കപ്പെടുക. അപ്പൊ നമുക്കറിയാം, എല്ലാ ദൈവത്തിന്റെയും ന്യൂനെസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്നു, നമ്മുടെ പെർസെപ്ഷൻ മാറുന്നു, നമ്മുടെ ലാംഗ്വേജ് മാറുന്നു. അത് മാത്രമല്ല, ദൈവത്തിന്റെ നേച്ചറിലേക്ക് എന്നെ നിങ്ങളെയും വളർത്തിക്കൊണ്ടുവരികയാണ് ഇവന്റെ പുതുക്കം എന്ന് തന്നെ പറയും. അപ്പൊ ദൈവത്തിന്റെ നേച്ചർ നമുക്ക് എല്ലാം അറിയാം. ഈ ദൈവത്തിന്റെ നേച്ചർ, അതായത് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് എല്ലാം ഇറ്റ് വിൽ ഓൺലി ഗ്രോ ഇൻ എ സോയിൽ ഓഫ് എ ബാഡ് സോയിൽ. ഓൾ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് വിൽ ഓൺലി ഗ്രോ ഇൻ എ ബാഡ് സോയിൽ. കാരണം സമാധാനം എന്ന ആ ഫലം പക്വത വരണമെങ്കിൽ അസമാധാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ള അതിനെ ന്യൂനെസ് ഓഫ് ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അസമാധാനം എൻ്റെ ഉള്ളിൽ, നിരാശ വരുമ്പോൾ നിരാശ ഞാൻ ഉരിഞ്ഞു കളഞ്ഞില്ല, അതല്ല ഞാൻ അതിനെ തള്ളി നീക്കി ഇല്ല.
ഞാൻ സമാധാനത്തെ ഞാൻ ധരിക്കുന്നു, സമാധാന പ്രഭുവിനെ ഞാൻ ധരിക്കുന്നു എന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും തോറും എൻ്റെ ഉള്ളിൽ സമാധാനം നിറഞ്ഞ് 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 ഏത് അസമാധാനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നടുവിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്തോറും അത് എൻ്റെ നേച്ചറായി മാറും തോറും ഞാൻ ജീവന്റെ പുതുക്കത്തിലേക്ക് ഞാൻ നടക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരു പുതിയ, അപ്പൊ ദൈവത്തിന്റെ ഒരു നേച്ചർ, പുതിയ തുണിയെ നിങ്ങളുടെ പഴയ മനുഷ്യനേക്ക് തുന്നിച്ചേർക്കാൻ പറ്റത്തില്ല. തുന്നിച്ചേർക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ താഴെ വീഴും, മുന്നോട്ട് പോകാനൊക്കത്തില്ല. രണ്ടും കമ്പാറ്റബിൾ അല്ല. പുതിയ തുണിയും, അതായത് പുതിയ അനുഭവവും പുതിയ നേച്ചറിനെയും സ്വർഗത്തിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന നേച്ചറിനെയും നമ്മുടെ പഴയ മൈൻഡ് സെറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല. അതുപോലെ പുതിയ പരിശുദ്ധാത്മാവ് എന്ന പുതിയ കാര്യസ്ഥനെ ദൈവം അയച്ചു. ആ കാര്യസ്ഥൻ എൻ്റെ പഴയ തുരുത്തിക്കകത്ത് പഴയ മനുഷ്യനകത്ത് ഇരുന്നാൽ കമ്പാറ്റബിൾ അല്ല. അതുകൊണ്ടാണ് എന്നെ നിങ്ങളെയും ദൈവം ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ഇതുകൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാരോട് പറയും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറെ നല്ലത്. ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം പുതിയ സൃഷ്ടിയായി എനിക്ക് നിങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ടീച്ചറാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ഇന്ന് പരിശുദ്ധാത്മാവ് ജീവന്റെ പുതുക്കത്തിലേക്ക് നമ്മളെ നടത്തുമ്പോൾ മനസ്സിലാക്കിക്കോണം, നമ്മളെ ക്രിസ്തുവിന്റെ തികവോളം കൊണ്ടുപോവാണ്. ആ ക്രിസ്തുവിന്റെ തികവോളം കൊണ്ടുപോകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ ആദ്യം ഒരു ക്ലീനിങ് നടത്തും. കാരണം നമ്മുടെ പഴയ മനുഷ്യന്റെ പലതും ഇപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് സ്വഭാവമായിട്ട് കിടപ്പുണ്ട്. അതിനെ ഓരോന്നും ഡിലീറ്റ് ചെയ്ത് എടുത്തു കളയണം. അതെങ്ങനെ ദൈവം ചെയ്യുന്ന ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് ആയിട്ട് ദൈവം വരും. ഓരോന്നും അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഓയിൽ, നമുക്കറിയാം, ഇൻസ്റ്റെഡ് ഓഫ് ഡിപ്രഷൻ പ്രൈസ് നമുക്ക് തരും. അങ്ങനെ ഓരോന്നും 61 നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. മൂന്നാമത്തെ കാര്യം, ഈ ന്യൂനസിലേക്ക് നമ്മൾ നടത്തപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കും. ഇപ്പൊ നമ്മളൊരു പണ്ട് പോലത്തെ ഉള്ള ഒരു പഴയ അംബാസഡർ കാർ നമുക്കറിയാം. ഇപ്പൊ ആരും അംബാസഡർ കാർ ഓടിക്കാറില്ല, എന്നും പണിയാല്ലേ അംബാസഡർ കാർ. ഈ അംബാസഡർ കാർ ഓടിക്കുന്ന പഴയ അംബാസഡർ കാർ ഓടിക്കുന്ന ഒരാൾ വന്ന് നമ്മളോട് വന്ന് പറയാം. ഫോർ എക്സാമ്പിൾ അറക്കൽ ബ്രദറിനോട് വന്ന് പറയാം, അറക്കൽ ബ്രദർ, ഇതൊരു പുതിയ BMW കാർ, കാറിന്റെ കീ അങ്ങോട്ട് തരിക. അപ്പൊ ഒറ്റ കണ്ടീഷൻ, പഴയ കാറിന്റെ കീ എൻ്റെ തരണം, പുതിയ കാറിന്റെ കീ ഞാൻ നിനക്ക് തരാം. അപ്പൊ ഒരു ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ, യു കനോട്ട് ഡ്രൈവ് ബോത്ത് കാർസ് അറ്റ് ദ സെയിം ടൈം. രണ്ട് കാറും ഒരേ സമയത്ത് ഓടിക്കാൻ. എന്ന് പറഞ്ഞതുപോലെ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ വീഴും. ഇത് മനസ്സിലാക്കിക്കൊണ്ട കർത്താവ് അന്ന് മനുഷ്യരോട് അവരോട് പറയുന്നത്, പഴയതും പുതിയതും കൂടെ പറ്റത്തില്ല. അവർ പറയുന്നു, നിങ്ങൾ പറയും പഴയ വീഞ്ഞാ നല്ലത്, പക്ഷെ ഞാൻ പുതിയ വീഞ്ഞുമായിട്ടാണ് വന്നിരിക്കുന്നത്, അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല. പക്ഷെ ഇന്ന് നമുക്ക് പുതിയ സൃഷ്ടിയായപ്പോൾ ആ പുതിയ സൃഷ്ടിയിലേക്കാണ് കർത്താവ് പുതിയ വീഞ്ഞ് പകർന്നത്. ആ പുതിയ വീഞ്ഞിന്റെ ഒരു പ്രത്യേകതയുണ്ട്, പുതിയ വീഞ്ഞ് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ എൻ്റെ ഉള്ളിൽ നിങ്ങൾ വന്നേക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ജോലി എന്നാ, എന്നെയും നിങ്ങളെയും പുത്രന്റെ തികവോളം സത്യങ്ങൾ, ഓരോ സത്യത്തിന് ഇങ്ങനെ പണിത് നമ്മുടെ അകമയ മനുഷ്യനെ പുഷ്ടിപ്പെട്ട് വലുതായി വരുന്തോറും നമ്മുടെ പഴയ മനുഷ്യൻ താഴോട്ട് വരുമ്പോൾ, ഒരു സ്റ്റേജ് വരുമ്പോൾ, യു വിൽ ബി ലെഡ് ബൈ ദ ഇന്നർ മാൻ ഓഫ് ദ സ്പിരിറ്റ്. അകമയ മനുഷ്യനാൽ നമ്മൾ നയിക്കപ്പെടും. അപ്പൊ ദൈവത്തിന്റെ എല്ലാ വെളിപ്പാടുകളും, എല്ലാ പ്രോമിസസ് ഇസ് ഓൾറെഡി ഇൻ യുവർ ഇന്നർ മാൻ, കംസ് ഇൻ യുവർ ഇന്നർ മാൻ. ഇതൊന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ്, നമുക്കറിയാം, ശിഷ്യന്മാരെ എല്ലാം കർത്താവ് എങ്ങനെ ഫോളോ മീ, എന്നെ അനുഗമിക്കും, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്, ഐ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. ഈ എല്ലാ ശിഷ്യന്മാരെയും കർത്താവ് അങ്ങനെ വന്ന് കാണും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം വരുമ്പോഴാണ് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ലോകക്കാരെന്താ എന്നെ കുറിച്ച് പറയുന്നത്. അപ്പൊ ലോകത്തിൽ നിന്നുള്ള പല ഒപ്പീനിയൻ നമുക്ക് കിട്ടി, ഡിസ്റ്റോർട്ടഡ് വ്യൂ കിട്ടി, 5 ഒപ്പീനിയൻ കിട്ടി. ചിലർ പറഞ്ഞു നീ മോസസ് ആണ്, എലിജയാണെന്ന് പറയുന്നു, യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നു, ഇങ്ങനെ പല ഒപ്പീനിയൻസ് കിട്ടി. അപ്പൊ കർത്താവ് നേരെ ഡയറക്റ്റ് ആയിട്ട് ശിഷ്യന്മാരോട് ചോദിക്കും, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും. അപ്പോഴാണ് പത്രോസ് ചാടിക്കറി പറയും, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതാണ് അതിന്റെ കീ. ആ ക്രിസ്തു എന്ന മൂലക്കലയില എന്നെ നിങ്ങളെ പടുന്നത്. അപ്പൊ കർത്താവ് പറയും,
പത്രോസേ, ഇത് പിതാവായ ദൈവം നിനക്ക് ഡയറക്റ്റ് ആയിട്ട് വെളിപ്പെടുത്തി തന്നതാണ്. അതാണ് അതിന്റെ കീ. അതിന്മേലാണ് ഞാൻ ദൈവരാജ്യം പണിയുന്നത്. ആ ഒരു കീയാണ് ദൈവരാജ്യം പണിയെന്ന് പറയുമ്പോഴും സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തന്നു. അപ്പൊ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറയുമ്പോഴും മനസ്സിലായി, ഇറ്റ് ഹാസ് ഗോട്ട് ദ കീസ് ഓഫ് ദ കിങ്ഡം. ദൈവരാജ്യത്തിന്റെ താക്കോലാണ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളത്. അപ്പൊ ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിന് എങ്ങനെയാലും ഇതിന്റെ അകത്തുനിന്ന് പുറത്തു വരണം. പക്ഷെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുമ്പോൾ നമ്മൾ ആദ്യം മൈൻഡ് സെറ്റ്, ആ ഇന്നർമാന്റെ മൈൻഡ് സെറ്റ്, അകമേ മനുഷ്യന്റെ മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ ഇത് സ്വർഗത്തിലുണ്ടോ? ഇല്ല. അവിടെ കെട്ടപ്പെട്ടതാണെങ്കിൽ ഇതെന്റെ ജീവിതത്തിൽ കെട്ടിയൊക്കത്തു. ആ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ വാട്ട് ഈസ് ബീൻ ലൂസ് ദർ. കെട്ടുക മാത്രമല്ല, അവിടെ അഴിച്ചത് ഇവിടെ അഴിക്കുകയും വേണം. അപ്പൊ നിരാശ എന്റെ ജീവിതത്തിലുണ്ട്, ഐ ഹാവ് ടു ബൈൻഡ് ദാറ്റ്. നോ, ഇതല്ല, ഇത് ഞാനല്ല, ആ പഴയ മനുഷ്യനാണ്. അപ്പൊ അതിനെ ഐ ഹാവ് ടു റിലീസ് പീസ് ദർ. ഒരു സമാധാനം അവിടെ റിലീസ് ആണ്. അതാണ് റിലീസ്, അല്ലെ പ്രസൻസ് അവിടെയാണ് റിലീസ് ചെയ്യുന്നത്. അതെന്റെ ജീവിതത്തിൽ ഇത് റിലീസ് ചെയ്യേണ്ടത്. അപ്പൊ ജീവന്റെ പുതുക്കം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഓൾവേസ് ലുക്കിംഗ് അപ്പ്, നോട്ട് ലുക്കിംഗ് ഡൗൺ. ലുക്കിംഗ് അപ്പ് ആൻഡ് സീ വാട്ട് ഈസ് ബൗണ്ട് ദർ, you can bind it here, and what is loose there, you can loose it here. അവിടെ എന്ത് കെട്ടപ്പെട്ടോ അതിവിടെ കെട്ടുക, അവിടെ എന്ത് അഴിക്കപ്പെട്ടോ ഇതിവിടെ അഴിക്കപ്പെടുക. അപ്പൊ ഇതാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഓരോ മേഖല നമ്മൾ പോകുന്നത്. അപ്പൊ ഇത് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും പ്രവൃത്തിയിൽ നമുക്ക് കൊണ്ടുവരാം. ഇതെല്ലാം അത്യന്തികമായി നമ്മളെ എവിടെ എത്തിക്കുന്നത്? ഇറ്റ് ഇസ് ഫൈനലി കമ്മിങ് ടു ഒറ്റ ഒരു ഫോക്കസിലേക്ക് വരുന്നത്, ഈ ദൈവം, എന്റെ ഉള്ളിലിരിക്കുന്ന ഈ ദൈവം ആര്, എനിക്കാര്, ആൻഡ് വാട്ട് ഐ എം ബിക്കമിങ്, ഞാൻ ആ ക്രിസ്തുവിൽ ആരായിത്തീരുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഐഡന്റിറ്റി, ക്രിസ്തുവിലുള്ള നമ്മുടെ വ്യക്തിത്വം വെളിപ്പെട്ട് പൂർണ്ണതയിലേക്ക് നമുക്ക് വരും. സോ ഫസ്റ്റ് ഈസ് ഹൂ റിയലി ഹിസ് ഗോഡ്. അവിടാണ് ഞാൻ നിങ്ങൾ ഉറയ്ക്കേണ്ടത്. ആ ഉറയ്ക്കുന്ന എങ്ങനെ? ഈ ദൈവം. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-3 പറയുന്നത്, ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ എന്ന് പറയുന്നത് പിതാവിനെ അറിയുന്നത്, പിതാവ് അയച്ച പുത്രനെ അറിയുന്നതുമാണ്. അപ്പൊ ഇതാണ് അത്യന്തികമായ വെളിപ്പാട്. ആ ഒരു ഉള്ളിൽ വന്ന ക്രിസ്തു ആര്, ഈ ദൈവം ആര്, ഈ ദൈവം എനിക്കാര്, കുറച്ചുകൂടെ പേഴ്സണലൈസ് ചെയ്തു. ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ ഞാൻ ക്രിസ്തുവിൽ ആരായിത്തീരുന്നു. എപ്പോഴും ദൈവത്തിന്റെ റിലേഷൻഷിപ്പ് നോക്കിക്കണം. ദൈവത്തിന് 2 റിലേഷൻഷിപ്പ് എനിക്ക് നിങ്ങൾക്കുമായിട്ടുണ്ട്. ഒന്ന്, യു ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിലാണ്, ഇതൊരു പ്രസന്റ് റിലേഷൻഷിപ്പ് ആണ്. പിന്നെ നമ്മൾ ക്രിസ്തുവിൽ ആരായിത്തീരുന്നു, യു ആർ ബിക്കമിങ് ഇൻ ക്രൈസ്റ്റ്, അതൊരു ഫ്യൂച്ചറാണ്. അപ്പൊ എപ്പോഴും ദൈവം നമ്മുടെ ഫ്യൂച്ചറിനെ നോക്കിക്കൊണ്ടാണ് ദൈവം പ്രസന്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം വചനം പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്. പക്ഷെ നമ്മുടെ മനസ്സിനകത്തോട്ട്, നമ്മുടെ ചിന്തയ്ക്ക് വെച്ച് നോക്കുമ്പോൾ ആണോ പരിപൂർണരാണെന്ന് പറയുമ്പോഴും പക്ഷെ എന്നിൽ ഈ കുറവുകളൊക്കെ ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ പഴയ മനുഷ്യന്റെ തോട്ട് വരും. നമ്മളെ ഇങ്ങനെ ഒരു വലിയ ഉള്ളി കിടന്ന് പിടിവലി നടക്കും. പഴയ മനുഷ്യനെ പുതിയ മനുഷ്യനെ ഇങ്ങനെ ഇടിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മരിച്ചാണ്, പുതിയ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ പൂർണ്ണത കാണിച്ചു തന്നിട്ട് പറയും, ദിസ് ഇസ് ദ ഫുൾനെസ്. ഓരോ സർക്കംസ്റ്റാൻസസിൽ കൂടെ ദൈവം ഒരു ഫുൾനെസിന്റെ ഒരു സ്വഭാവം കാണിച്ചു തന്നിട്ട് പറയും, ദിസ് ഇസ്, ഇവിടേക്കാണ് ഞാൻ നിന്നെ പണിയുന്നത്. സോ സീ ദാറ്റ്, അത് കാണുക, അത് റിസീവ് ചെയ്യുക, അതിനെ ധരിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. അത് എന്റെ നേച്ചറായി മാറുമ്പോൾ ദെൻ ഗോഡ് ടേക്സ് യു ടു ദ നെക്സ്റ്റ് ലെവൽ. അങ്ങനാണ് യു ആർ ബിക്കമിങ് ഇൻ ക്രൈസ്റ്റ്. അതിലേക്ക് വളർന്ന പരിപൂർണതയിലേക്ക് ഞാനും നിങ്ങളും നടത്തപ്പെടുക. ഒരു പ്രായോഗിക തലത്തിൽ നമുക്കൊന്ന് കൊണ്ടുവരാം ഇതിനെല്ലാം. എന്താണ് കർത്താവ് ശരിക്കും ഉദ്ദേശിച്ചത്? ദൈവരാജ്യത്തിലെ യാത്ര ഒരു അഡ്വഞ്ചറാണ് എനിക്ക് നിങ്ങൾക്കും. ഈ യാത്രയിൽ ദൈവം നമ്മുടെ കൂടെയാണ്. ദൈവരാജ്യത്തിൽ ഒരിക്കലും ഒരു വീഴ്ച എന്ന് പറഞ്ഞവരില്ല. ദർ ഇസ് നോ ഫെയിലിയർ ഇൻ ദ കിങ്ഡം. പിന്നെയോ, യു ഹാവ് ടു കീപ് ഓൺ ടേക്കിംഗ് ദ ടെസ്റ്റ്. ഈ ടെസ്റ്റ് ഓരോന്ന് പിന്നെയും ഞാൻ എടുത്ത് അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് എപ്പോൾ അത് എന്റെ നേച്ചറായി മാറുമ്പോൾ then God gives you the next test. അത് സന്തോഷത്തോടെ വേണം നമുക്ക് ഇത് എടുക്കാനും. ആ ഒരു ലെവലിലേക്ക് ദൈവം നമ്മളെ പണിയുക, ഒരു ന്യൂനെസ്സിലേക്ക് നടക്കുക, ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ കൊണ്ടുവരിക. കാരണം നമ്മൾ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും കൂടെ എപ്പോഴും ഒരു ഫൈറ്റ് വരും. ആ ഫൈറ്റ് വരുമ്പോഴേ മനസ്സിലാക്കിക്കോണം,
ഉടനെ മനസ്സിലാക്കണം, ഗോഡ് വാണ്ട്സ് ടു ഡെലിവർ മീ ഔട്ട് ഓഫ് ദിസ്. ദൈവം ഏതോ ഒരു നേച്ചറിനെ വെളിപ്പെടുത്തി തരാനും ആ പഴയതിനകത്തുനിന്ന് എന്നെ വിടിവിക്കുന്നവനാണ്. ഇങ്ങനെ നമ്മൾ ക്രിസ്തുവിന്റെ പൂർണ്ണ തികവോടെ ഞാനും നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. പുതിയ തുണി പഴയ തുണിയിലേക്ക് തുന്നി ചേർക്കാൻ പറ്റത്തില്ല, കാരണം കീറിപ്പോവും. പുതിയതിന്റെ ഇഴയും പഴയതിന്റെ ഇഴയും കൂടെ മാച്ച് ചെയ്യത്തില്ല. കീറിപ്പോയത് അത് വലുതാകും, ദ്വാരം വലുതാകുകയും ചെയ്യും, രണ്ടും നശിച്ചു. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ എടുത്ത് പഴയ മൈൻഡ് സെറ്റിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്ത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാവുന്ന നമുക്ക് ആർക്കും നോക്കണ്ട. കാരണം നമ്മള് അവർ പേഴ്സണാലിറ്റി തന്നെ ക്രാക്ക് ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ വരാൻ പറ്റുള്ളൂ. കാരണം ഈ പുതിയ വീഞ്ഞ് ഉള്ളിൽ വരുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും, നിങ്ങളുടെ അകമയ മനുഷ്യനെ പുഷ്ടിപ്പെടും. ഇതാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7, 8, 9 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു നിധിയാണ്. ആ ഉള്ളിലിരിക്കുന്ന അകമയ മനുഷ്യൻ, ക്രിസ്തുവിലായിരിക്കുന്ന അകമയ മനുഷ്യൻ ഒരു വലിയ നിധിയാണ്. ആ പുറമേ എല്ലാം പുറമേ വരും, പുറമേ നമ്മൾ വീഴും, പുറമേ നമുക്ക് ഇടർച്ച വരും, പുറമേ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇതൊന്നും നിങ്ങളെ അകമയ മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഈ പുറമേ വരുമ്പോഴും എല്ലാം അകമയ മനുഷ്യൻ നാൾക്ക് നാൾ പുഷ്ടിപ്പെട്ട് വരും, നാൾക്ക് നാൾ ബലപ്പെട്ട് വരും തോറും പരിശുദ്ധാത്മാവ് ആ ഒരു പുതിയ വീഞ്ഞ് നിങ്ങളുടെ അകമയ മനുഷ്യനെ വലുതാക്കി വലുതാക്കി സ്ട്രെച്ച് ചെയ്ത് ഇതാണ് പറയുന്നത്, യു ആർ ബീങ് ഫിൽഡ് വിത്ത് സ്പിരിറ്റ് ആൻഡ് ബീയിങ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ഒന്നും പരിശുദ്ധാത്മാവ് മേളിൽ നിന്നല്ല വരാൻ പോകുന്നു. നോ, ഇറ്റ് ഈസ് റൈസിങ് അപ്പ് ഫ്രോം വിതിൻ യു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് എക്സ്പാൻഡ് ചെയ്യുന്തോറും യു ആർ കീപ്പിംഗ് ഓൺ ബീയിങ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. കാരണം ക്രിസ്തുവിനെ തരിക വഴി ദൈവം ഏറ്റവും വലിയ ദാനം എനിക്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇന്ന് ആ ക്രിസ്തു കേന്ദ്രീകൃത ജീവിത ശൈലിയിലേക്ക് നിങ്ങളെ അകമയ മനുഷ്യനെ നടത്തുക. അകമയ മനുഷ്യനെ നടത്തിക്കൊണ്ട് വരുന്ന അതേ സമയത്ത് എൻ്റെ മനസ്സിനെയും എൻ്റെ വികാരങ്ങളിലെയും എൻ്റെ ഇച്ഛയുടെയും മേൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് ദൈവത്തിൽ നിന്നല്ലാത്തതിനെ എല്ലാം എടുത്തു മാറ്റി മനസ്സും ഹൃദയം ഒരുമനപ്പെട്ടേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഇഫ് യുവർ മൈൻഡ് ആൻഡ് യുവർ ഹാർട്ട് ഡസന്റ് കം ഇൻ ടു അലൈൻമെന്റ് ആൻഡ് സിംഗിൾ ഫോക്കസ്ഡ്, ഇരുമനസ്സുള്ളവൻ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ലെന്ന് യാക്കോബ് എഴുതുന്നുണ്ട്. അവൻ തിരമാല ഇങ്ങനെ, നമുക്കറിയാം തിരമാല ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ പോകത്തുള്ളൂ. അപ്പൊ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എന്തുവാ? പഴയ മൈൻഡ് സെറ്റിനെ ഡിലീറ്റ് ചെയ്ത് പുതിയ മൈൻഡ് സെറ്റ് കൊണ്ടുവന്ന്, പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവന്ന്, പുതിയ ലാംഗ്വേജ് കൊണ്ടുവന്ന് നിങ്ങളെയും മനസ്സിനെയും ഹൃദയം ആത്മീയ നമ്മുടെ സ്പിരിറ്റിനെയും മൈൻഡിനെയും വേറിറക്കി, ക്രിസ്തുവിൽ വേറിറക്കി സിംഗിൾ ഫോക്കസ്ഡ് ആക്കുക. അതിന് വിരോധമായി നമ്മുടെ മനസ്സിനകത്ത് അഴിഞ്ഞു കിടക്കുന്ന എല്ലാ മേഖലകളും ദൈനംദിനം വീണ്ടെടുത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടു. പിതാവായി ദൈവം ഇസ് ഓൾവേസ് ഇൻ ദ പ്രോസസ് ഓഫ് ക്രിയേഷൻ. പിതാവ് ഇന്ന് നിങ്ങളുടെയും അകത്ത് ഈസ് ക്രിയേറ്റിംഗ് സ്പേസസ് ഇൻ ദ സ്പിരിറ്റ്. പിതാവ് ഇന്നും ക്രിയേറ്റ് ചെയ്ത് വചനം അയച്ച് പുതിയത് ഈസ് ക്രിയേറ്റിംഗ് സ്പേസസിന്. യേശു നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ വീണ്ടെടുക്കുക, യഥാസ്ഥാനപ്പെടുത്തുക. നമ്മുടെ വില്ല്, മൈൻഡ്, ഇമോഷൻ. പരിശുദ്ധാത്മാവ് ഈ അകത്തെ മനുഷ്യൻ യേശുവിൽ വേറിറങ്ങി ഉറയ്ക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ സഹായിക്കും. അപ്പൊ ഈ 3 പ്രോസസ്, കാരണം രക്ഷ എന്ന പ്രക്രിയ ദൈവത്തിൽ പൂർണ്ണമാണ്, എന്നിൽ പൂർണ്ണമാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് വെളിപ്പെട്ടിട്ടില്ല എൻ്റെ ദേഹിയുടെ. അത് വെളിപ്പെടാൻ വേണ്ടി ആ പൂർണ്ണതയിലേക്കുള്ള നടത്തിപ്പാണ് ഓരോ ദിവസവും. അതാണ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്നുള്ളത്. അതിന്റെ ഡിഫറെന്റ് പ്രോസസ് ഉപയോഗിക്കും. ഞാൻ ആ കൂടെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇത് തന്നെ ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡൈജസ്റ്റ്, ഐ നോ ഇറ്റ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് അടുത്ത പ്രാവശ്യം നമുക്ക് സംസാരിക്കുന്നു. സോ ഒന്നുകൂടെ ഞാനൊന്ന് ക്രോഡീകരിക്കാം. യേശു ഒരു ഉപമ പറഞ്ഞു. പുതിയ തുണിക്കണ്ടം പഴയ തുണിയിലൊരു തുന്നി തീർക്കാൻ പറ്റത്തില്ല, കാരണം കീറിപ്പോകും, ഇത് കമ്പാറ്റബിൾ അല്ല എന്ന് പറഞ്ഞതുപോലെ യു കനോട്ട് ടേക്ക് എ പീസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ ഒരു ഭാഗം, ഒരു പീസ് ഓഫ് യേശുവിനെ എടുത്ത്, ഒരു ട്രൂത്ത് എടുത്ത് നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ദൈവത്തിന്റെ വെളിപ്പാടിലേക്ക് നടക്കാവും നിങ്ങൾ വിചാരിക്കേണ്ട, നടക്കത്തില്ല.
അപ്പൊ എല്ലാ വെളിപ്പാടുകളും അകത്തെ മനുഷ്യനിലേക്ക് വരണം, ഇന്നർ മാനിലോട്ട് വരണം. ഇന്നർ മാനിൽ വന്ന് അവിടുന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സുബോധ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മനസ്സിനകത്തും നിങ്ങളുടെ വികാര മേഖലകളിൽ പല കാര്യങ്ങളും ലോകത്തിൽ നിന്ന് കിട്ടിയതിനെ എല്ലാം ഡിലീറ്റ് ചെയ്ത് അതിന് ദൈവത്തിൽ നിന്നുള്ള ദൈവം റിസ്റ്റോർ ചെയ്ത് മനസ്സിനെ ആത്മാവിനെ ഒന്നിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വെളിപ്പാടുകളിലേക്ക് ഞാനും നിങ്ങളും മുന്നോട്ട് പോകാൻ പറ്റും. സോ ദ ഹോളി സ്പിരിറ്റ് കം, പരിശുദ്ധാത്മാവ് വന്ന് ആദ്യം ഒരു ക്ലെൻസിങ് നടത്തും. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒരു ഫലവും കഴിക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഫലം കായ്ക്കുവാനും അധിക ഫലം കായ്ക്കുവാനും ഫലം നിലനിൽക്കുവാനും ഇടയ്ക്കിടയ്ക്ക് ചെത്തൽ വരും. ആ ചെത്തുന്ന പ്രൂണിങ് പ്രോസസ്സാണ് കോൾഡ് ന്യൂനെസ് ഓഫ് ലൈഫ്. അതാണ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതെന്ന് പറയുന്നത് പ്രൂണിങ് പ്രോസസ്. അത് എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഇച്ഛയുടെ മേൽ, വില്ലിന്റെ മേൽ, മൈൻഡ് സെറ്റിന്റെ മേൽ, നമ്മുടെ ഇമോഷൻ മേഖലയിൽ നടക്കും. ഒരു ക്ലീനിങ് ആണ്. ക്ലീനിങ് റിസ്റ്റോർ ചെയ്ത് യേശുവിന്റെ ആ നേച്ചറിലേക്ക്. ന്യൂനെസ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ഒന്ന് ആ മൈൻഡ് സെറ്റ്, രണ്ട് ആ പെർസെപ്ഷൻ, ആ കാഴ്ച. ഇത് രണ്ടും റെഡി നോർമൽ ആയി കഴിയുമ്പോൾ നമ്മുടെ ലാംഗ്വേജും മാറും. അതേസമയം തന്നെ ദൈവത്തിന്റെ നേച്ചറിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുവരിക. എന്നുവെച്ചാൽ പുത്രന്റെ തകവോളം എന്നെ നിങ്ങളെ ദിവസവും പണിയുക. അതിനുവേണ്ടി മാത്രമാണ് എന്റെ നിങ്ങളുടെ മുന്നിൽ വിവിധ സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കുന്നത്. ഇതൊന്നും എന്നെ നിങ്ങളെ താങ്ങാനാകാത്തത് ഒന്നും ദൈവം അനുവദിക്കത്തില്ല. ഇതിലൂടെ എല്ലാം ഒരു പോക്ക് വഴി. ആ പോക്ക് വഴിയാണ് ന്യൂനെസ് ഓഫ് ലൈഫ്. ലേണിംഗ് ദാറ്റ് പ്രോസസ് കോൾഡ് ന്യൂനെസ് ഓഫ് ലൈഫ്. ആ ജീവന്റെ പുതുക്കം പഠിക്കുന്നതാണ് കോൾഡ് ന്യൂനെസ് ഓഫ്. I think I'll stop with this.